ഇലക്ട്രിക് സ്കൂട്ടർ പോലെയുള്ളത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായത്. 1 hour-ന് 25 റുപ്യ ആട്ടോ. നല്ല ചൂട്. ഇപ്പൊ ഉണ്ടാക്കി ചെറിയൊരു സ്പേസ് ആണ് കഴിച്ചത്. ഇഷ്ടംപോലെ ലക്ഷറി കാർന്നൊക്കെ കിടക്കുക. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ. നമ്മളിന്ന് ഒരു വാക്കിങ്ങിന് പോവാണ്. ഫെറിയിലേക്കാണ് കഴിച്ചത്. ഇന്നത്തെ വാക്കിങ് നമ്മൾ നേരെ കുടുംബാല ഫെറിയിലേക്ക് ഒരു വാക്കിങ് പോകാൻ നേരിച്ചു. മഴയൊക്കെ കഴിഞ്ഞു, വെള്ളമൊക്കെ പറ്റുന്നത് മഴയൊക്കെ കഴിഞ്ഞു. അപ്പം ഡ്രസ്സൊക്കെ ഇട്ട് നേരെ അങ്ങോട്ട് പോകാൻ നേരിച്ചു. അപ്പം നമുക്ക് നേരെ പോവാം. മഴയൊക്കെ പെയ്തുകൊണ്ട് ഫുള്ള് സീന് ക്ലൈമറ്റാ. ആയില്ലേ ഇനിയിപ്പോ ഫുള്ള് ടൂറിസ്റ്റ് അല്ലേ. എനിക്ക് ഇച്ചിരി നനഞ്ഞാലും വിഷയമില്ല, ഇച്ചിരി തണുപ്പ് വേണ്ടതുള്ളൂ. നിനക്കോ വഴിക്ക് എന്തെങ്കിലും ഷോർട്ടീസ് കടയൊക്കെ ഉണ്ടാവും. അവിടുന്ന് നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാവും. ഇവരുടെ സ്പെഷ്യൽ പലഹാരമാണ്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന അങ്ങനത്തെ ഒന്നുമല്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിച്ചത്. ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവിടെ 2-3 പ്രാവശ്യം, കുറേ പ്രാവശ്യം കഴിച്ചു. പോകുന്ന വഴിക്കുണ്ടാവും കുറേ സ്ഥലത്ത് കുറേ അമ്മച്ചിമാർ പോലത്തെ ആൾക്കാരൊക്കെ ഫുൾ അങ്ങനത്തെയൊക്കെ വൈകുന്നേരം ആവുന്നത്തെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള സാധനമാണ്, നല്ല ടേസ്റ്റാണ്. അതിനൊരു കുളാന്ന് പറയുന്ന സാധനമുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിച്ചത്. അവർക്ക് സോസേജ് റോളാണ് വാങ്ങണമെന്നൊക്കെയാണ് പറയുന്നത്. വാങ്ങൂല വാങ്ങും. കുറേ കുഞ്ഞു കടകളുണ്ടാവും. എഗ് വെച്ച് ഫില്ല് ചെയ്ത് തരണം കേട്ടോ. ഇത് പിന്നെ ഇത് ഗുളയാണ്. ഈ ഗുള ഫിഷ് വെച്ച് ഫില്ല് ചെയ്തതാണ്. രണ്ട് തരത്തിലുള്ള ഗുളയുണ്ട് കേട്ടോ. ഇതേ ചിക്കൻ റോള്, പിന്നെ കുറേ സാധനമുണ്ട്. ഇതെന്താ മീൻ ഫില്ല് ചെയ്ത് നല്ല അടിപൊളി കിണ്ണം കാച്ച ടേസ്റ്റ് ആട്ടോ. പാൻ കേക്ക് ഉണ്ട്, പിന്നെ ബ്രൗണി കേക്ക് ഉണ്ട്, പിന്നെ ഒരു കാരമൽ ടേസ്റ്റുള്ള കേക്ക് ഉണ്ട്, പിന്നെ പുഡിംഗ് ഉണ്ട്. ഫുള്ള് ഫുള്ള് ബ്രെഡ്. നമ്മുടെ സാധനം അങ്ങനത്തെ ടേസ്റ്റുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ഇത് മണം തുടങ്ങി. നീ ഉടായ്പാണ്, അതെനിക്ക് മനസ്സിലായി. നമുക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടെ? പിന്നെ സാർ ഏത് ഇത് ഇതോ എന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് എപ്പോഴും കഴിക്കുന്നത് ഒന്നും വെറൈറ്റി വേണ്ട. അമ്മേ ഇവക്ക് എന്നും കഴിക്കുന്ന ഫുഡ് തന്നെ വേണ്ട ഗൈസ്. എന്നും അങ്ങനത്തെ സോസേജ് റോളാണ്. ഇങ്ങനത്തെ ഷോർട്ടീസ് തന്നെയായിരിക്കും എല്ലായിടും. നമ്മൾ ഇവിടെ കൂടുതലുള്ള ഒരു കടയാണിത്. ഇവിടെ നമ്മൾ അങ്ങ് വാങ്ങി സോസേജ് നമ്മൾ എന്നും ഇവിടുന്ന് കഴിക്കുന്നതാണ്. ഇവിടുത്തേനേക്കാളും ടേസ്റ്റുള്ളൊരു സ്ഥലമുണ്ട്, ഇടുക്കാച്ചി സ്പോട്ട്. അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോസേജ് വന്നില്ല. ബാക്കിയൊക്കെ ഏകദേശം എല്ലാം വാങ്ങുന്നുണ്ട്. ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ സ്നാക്സും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫെറി പോയിട്ട് നമുക്ക് കഴിക്കാൻ വിചാരിച്ചു. ഏതാണ് റെഡി? അപ്പോൾ ഗൈസ് നമുക്ക് വരുന്ന കഴിക്കാൻ ചെറിയല്ല ചോറി എന്തായാലും പുളിയാണ് അടിപൊളി. ഷോർട്ടീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ഫ്ലാറ്റിന്റെ താഴെയുണ്ട്. ഫുള്ള് ഷോർട്ടീസ് കടകൾ ഇങ്ങനെ നിറയെ എല്ലാ ഫ്ലാറ്റിന്റെ താഴെയും ഈ ആന്റിമാര് നടത്തുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് കുറേ ടൈപ്സ് പലഹാരങ്ങൾ നമുക്ക് ഈ കടകളിൽ നിന്ന് കിട്ടും. ഈ ഷോർട്ട് ആൻഡ് സ്റ്റേക്കൊക്കെ ഉൾമലയിലൊക്കെ വരുന്നവർ എന്തായാലും ട്രൈ ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ ചെറിയ പൈസയേ ഉള്ളൂ ഗൈസ്. 3 റുപ്യ 4 റുപ്യൊക്കെയാണ് ഓരോന്നിനും. നല്ല പിന്നെ പറഞ്ഞു 1-2 പറഞ്ഞു നല്ല പൊടിയുണ്ട്. ആരും കാണണ്ട, ഫുള്ള് അവിടെ വെച്ചോണ്ട് അവർ നാട്ടു കിടക്കുന്നതാണ് കഴിച്ചത്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഫുഡായിട്ടൊക്കെ. എന്താ ടേസ്റ്റാ എങ്ങനെയുണ്ട്? ഈ ബാഗിൽ കണ്ടോ? ഇതാണ് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ള പാർക്ക്. പാർക്കല്ലേ ഇത്? ഇങ്ങനെ 3 സെക്ഷൻ ഉണ്ട്. ഫുൾ ഫ്ലാറ്റാ. ഈ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ എക്സസൈസ് ചെയ്യാനും ഒരു നൈറ്റ് ആയി കഴിഞ്ഞാൽ വന്നിരിക്കാനൊക്കെയാണ്. ഹാൻഡ് ബോളൊക്കെ കളിക്കാൻ പറ്റും. ഇതൊക്കെ ഉണ്ട് വലിയതാ. ഇങ്ങനത്തെ 3 സെക്ഷൻ ഉണ്ട്. പലതിലും പലതാ. ഒന്നിൽ ജിമ്മ്, ഒന്നിൽ ഫുട്ബോളും മറ്റേ ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കുന്ന കോർട്ട്, പിന്നെ ഒന്നിൽ ബാസ്കറ്റ് ബോള്, പിന്നെ ഊഞ്ഞാല്, പിന്നെ പിള്ളേർക്കുള്ളതൊക്കെ അവിടെ കിടപ്പുണ്ട്. അവിടെ ഫുള്ള് പാർക്കാണ്. നമ്മളെന്നും വരാറുണ്ട്. നല്ല പുളിയാട്ടോ. നമ്മുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. എന്റെ ബർത്ത്ഡേക്ക് ഇവിടെ വന്നായിരുന്നു. നിന്റെ ബർത്ത്ഡേ ഇവിടെയല്ലോ ഇവിടെ വന്നായിരുന്നു. നമ്മള് എന്തൊക്കെയാണ് തീരുമാനിക്കാം. പിന്നെ തനുവിന്റെ ബർത്ത്ഡേക്ക് ഇവിടെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മളിവിടെ സാധാരണ വന്നാല് മൊത്തം കുട്ടികളായിട്ടോ. കുട്ടികളെ
തട്ടി ഇറങ്ങാൻ പറ്റില്ല. ഓരോ പാർക്ക് നിറഞ്ഞിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളൊക്കെ കഴിഞ്ഞ് എവിടെയും പോകാൻ അങ്ങനെ സ്ഥലങ്ങൾ എല്ലാവരും സ്കൂളൊക്കെ കഴിഞ്ഞ് എങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഈ പാർക്കില്ല. ഇവിടെ ഒരു ഷോട്ടീസോടാ. ഇവിടെ കളിക്കാൻ വന്നൊരു പ്രത്യേകത ഉണ്ട്. ഫ്രണ്ട്സിനെ കുറേ കിട്ടും. കാത്തുള്ള ക്ഷമ എനിക്കില്ല ഗൈസ്. ഞാൻ ഒരു ഗുള കഴിക്കാമെന്ന് കരുതി. ഇവൾ നേരത്തെ തുടങ്ങി, അത് കാരണമാണ് എൻ്റെ ക്ഷമ നശിച്ചത്. കൊതിമൊത്തത്തിൻ്റെ ഒരു സോസയോളം കൊടുക്കും. ഇനിയും തുടങ്ങാം. അപ്പോൾ ഗൈസ് പാർക്കിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ എത്തി. ലാസ്റ്റ് പോർഷൻ കുട്ടികൾക്ക് വേണ്ടിയുള്ളത് ആണ്. എനിക്ക് തോന്നുന്നത് ആ പൂച്ചയും ഗൈസ് ഇതാണ് മിന്നൂസൊക്കെ ഡെയിലി തൂങ്ങാനൊക്കെ വരുന്ന സ്ഥലം. ഞാൻ തൂങ്ങി നോക്കട്ടെ. ഓ ആഫ്റ്റർ എ ലോങ് ടൈം തൂങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പരാജയത്തിലേക്കായിരിക്കും. നമ്മൾ ഫെറിയിലേക്ക് പോട്ടെ. പാർക്ക് കാണുന്നതാണ് SBI ബാങ്ക്. ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാണ്. അതാണ് ബാങ്ക്. ഭയങ്കര തിരക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മളിത് ഇതാണ് ഇവിടുത്തെ ഹുർമാല മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ അടുത്ത് എത്തി. ഇനി ഇച്ചിരിയും കൂടി പോയി കഴിഞ്ഞാൽ ഫെറിയാണ്. അവിടെ തന്നെ കാണാം. എത്തിയിരിക്കുകയാണ്. കൂടിയൊക്കെ കയറണം. ഇവിടെ നൈറ്റാണെങ്കിൽ രസം കാണാം. പക്ഷേ നല്ല വ്യൂ ആണ്. ഫുള്ള് മരങ്ങളൊക്കെ ആയിരിക്കും. പ്ലേസ് പോലെ അപ്പോൾ ഗൈസ് നമ്മളിവിടെ മസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സോസേജ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സോസേജ് സോസേജിൽ ഇവിടെ എടുക്കുന്നു. അതാണ് നമുക്ക് വേണ്ട വാങ്ങ എത്ര മതി. ഞാൻ പൈസയൊക്കെ വാങ്ങി വെറുതെ പോയി. ഇവിടെ പറഞ്ഞു എവിടെയും പൂച്ചക്കുട്ടന്മാരെത്തി. നല്ല ചൂട്. ഇപ്പൊ ഉണ്ടാക്കിയേ ഭയങ്കര ചൂടാണ്. ഞാനിത് എടുത്തതുകൊണ്ടായി ഓടി വന്ന്. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഏറ്റവും എല്ലാം ഒരേ തന്നെയാടി. നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കഴിക്കുന്നില്ല. ഇച്ചിരി കഴിക്കാം. നമുക്ക് എവിടെ വന്നിരിക്കാം. രസമാണ് അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് നമ്മുടെ ഫിഷിംഗ് ട്രിപ്പ് പോയ ആ ഫെറിയാണ് ഇത്. മല ഫെറി നല്ല നമ്മൾ ഹുൾമാല ഫെറിയിലാണ്. ഇന്ന് ഹുൾമാല ഫെറി കഴിക്കാൻ എന്ത് ആരും ഇല്ല. ഒരു ഫോട്ടോ ഇരുന്നണ്ട. അയ്യോ പുള്ളി എടുത്ത് പാവം പുള്ളി ഒച്ചനാക്കുന്ന ആരാണ് അച്ഛനാകുന്നത്. ഇന്ന് കണ്ടോ അത്യാവശ്യം ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്. ഇനി അതൊരു പോക്കങ്ങ് പോവും. സാധനം ഒരു കാര്യം പറയട്ടെ, ഞാൻ അവിടെ പോയി പുള്ളിനോട് ഞാൻ ഇങ്ങനെ സ്പീഡാക്കുന്ന രീതിയിൽ പറഞ്ഞോട്ടെ. പുള്ളി സ്പീഡാക്കുന്ന രീതിയിൽ പറഞ്ഞോട്ടെ. പുള്ളി ഇപ്പം മറത്തിയാണ് പോകുന്നത്. യമഹയുടെ എഞ്ചിനാ ഗൈസ്. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഫ്ലൈറ്റ് എണ്ണലാണ് ഇവിടെ എല്ലാവർക്കും പണി.
ഓടാത്ത വാച്ച് വാച്ച് ഓടത്തില്ല. അടുത്ത ഷോയ്ക്കിട്ട് നമുക്ക് അവിടെ എവിടെയും വന്നിരിക്കാം. കഴിക്കുന്ന ഇങ്ങനത്തെ സാധനം മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് വാടി. ഇവിടെ വെള്ളമാണ്. എങ്ങനെയുണ്ട് വ്യൂ? നൈറ്റ് ആണോ? നൈറ്റ് അല്ല രസം, മോർണിംഗ് ആണ് രസം. എടുക്ക്. എന്ത് കൂട്ടാണെന്ന് അറിയില്ല, അത്രക്കും ടേസ്റ്റ് ആണ്. അതെ, അങ്ങനെ കഴിക്കുമ്പോ നെഗറ്റീവ് പറയാം. കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. അടിപൊളി. അടിപൊളി. നല്ല എരിവുണ്ട്. ഉണ്ടോ ആ ഫില്ലിങ് കണ്ടാ എന്നെ പൊന്നോ. അങ്ങനെ എരിവൊന്നും അധികം ഇട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റാ. കണ്ടോ ആ കാണുന്നതാണ് ഫുള്ള് സഫാരി ബോട്ട്സ് ആണ്. നൈറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാ. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഫുള്ള് സഫാരി ബോട്ടാ. ശരിക്കും ഈ സോസേജും മസാല ചായയും ഇവിടുന്ന് കാണുമ്പോഴേ വ്യൂ. ആ കാണുന്നതാണ് എയർപോർട്ട് ഏരിയ. അവിടെയാണ് എയർപോർട്ട് ഏരിയ. ഞാൻ പറഞ്ഞിട്ടോ തിരിച്ചു തന്നെ. സോസേജും നമ്മുടെ മസാല ചായ ഒരു രക്ഷയില്ല. ചൂടയാണ്, അടിപൊളിയാണ്. നമ്മളിന്ന് പക്ഷെ വാങ്ങിയില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷെ നിങ്ങൾ മറന്നില്ലല്ലോ നമ്മൾ ഷോർട്ട് ടേസ് വാങ്ങിയത്. അത് കഴിക്കണ്ടേ? ഇത് കഴിച്ചു കഴിഞ്ഞു. ഈ കോല എവിടെ? നമുക്ക് വേസ്റ്റിൽ കളയണം. അത്ര നേരം എൻ്റെ കയ്യിൽ ഇരിക്കണം. എവിടെ ചെന്നാലും ഇങ്ങനെ പറയാം പൂച്ച ഉണ്ടാവും. എന്താടാ നക്കാൻ നോക്കുന്നു. കേക്ക് പൊടിഞ്ഞു പോയി. വരുന്ന വഴിക്ക് ആട്ടി അങ്ങ് പൊടിഞ്ഞ്. ബ്രൗണി കേക്കാ കഴിച്ചു. ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം വേണം. എന്തുവാണോ കറക്കി വേണ്ടത്? അയ്യേ, നല്ല ടേസ്റ്റ് ഉണ്ടായി സത്യം പറയാം. നല്ല ടേസ്റ്റാ. നമ്മൾ അടുത്തത് തിന്നാൻ പോകുന്നത് സമൂസയാണ്. നാട്ടിലത്തെ പോലെ തന്നെ ചെറിയ സമൂസ കൂടെ കേട്ടോ, പക്ഷെ മൊത്തം ഫിഷ് കൊണ്ടായിട്ടും വലിയ തെറ്റാണ്. എല്ലാ പലഹാരം ഫിഷ് കൊണ്ടാണ്. എൻ്റെ തൊണ്ട് എന്നാലും ആരെങ്കിലൊക്കെ കടിച്ചു തിന്നുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ? എങ്ങനെ റെഡി? അടിപൊളി. പല സ്ഥലത്തും പല കൂട്ടാണ്. ചിലയിടത്ത് മീൻ നല്ല കൂടുതലായിരിക്കും. സമൂസ ചേർന്നാണ് ഗൈസ്. പക്ഷെ എല്ലാത്തിലും ഇവര് ഫിഷാണ് ഫില്ലിങ്. ഇങ്ങനത്തെ സ്നാക്സ് അടുത്ത പ്ലെയിൻ ഒരു രക്ഷയില്ല. ഇപ്പൊ 2 പ്ലെയിൻ ശ്രീലങ്കനാണ് ചേച്ചി പോകുന്നത്. ആരെങ്കിലും ഫിഷിംഗ് ട്രിപ്പിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മേളിൽ ഇതുണ്ടോ ഒരു വെറൈറ്റി ചിത്രം കേട്ടോ. വേറെ കുറെ ഉണ്ട്. ഓരോരുത്തർ വരച്ചതാട്ടോ. വരച്ചത് ഇവിടെ സബ്മിറ്റ് ചെയ്തോ? ഞാൻ കാണിച്ചു തരാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എങ്ങനെയുണ്ട്? നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് തെരണ്ടിയാണ്. അത് തെരണ്ടി അല്ല, വേറൊരു തെരണ്ടിയുടെ വേറൊരു ടൈപ്പാണിത്. ഇവരുടെ മാൽഡീവൻ ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി വരയ്ക്കുന്നതാണ് ഇതൊക്കെ. എങ്ങനെയുണ്ട്? പൊളിപ്പ സാധനമല്ലേ? ഇങ്ങനെ ഇവിടെ നിറയെ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഫെറിയില്. നമ്മള് ഇടയ്ക്കിടയ്ക്ക് കാണും. ഇത് അതുപോലെ വെറൈറ്റി നല്ല പോലെ ഇഷ്ടപ്പെട്ടത്. എങ്ങനെയുണ്ട്? ഉള്ളിങ്ങനെ ടണല് ലുക്കാണ്. ബ്രൗണിന്റെ ബോഡി നമ്മുടെ വ്യൂ ഉണ്ട്. സൺസെറ്റ് വന്നു കേട്ടോ. ഒരു അടിക്കാൻ നല്ല പവർ എഞ്ചിനുള്ള ഒരു ഫോട്ടോ കണ്ടോ? അപ്പോൾ ഗൈസ് നമ്മുടെ സൺസെറ്റ് ഭയങ്കര ക്ലൗഡിയാണ് ഗൈസ്. അതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. കുറെ കാത്ത് നോക്കി പറ്റിയില്ല അല്ലേ? അപ്പൊ
ഗൈസ് നമ്മളെല്ലാം കഴിഞ്ഞ് റീൽസൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. നമുക്ക് എന്താ എനിക്കിപ്പോൾ തോന്നുന്നത് നേരെ വീട്ടിൽ പോകാൻ ഉറങ്ങാം. സൺസെറ്റ് കാണാൻ പറ്റിയില്ല ഗൈസ്. അതെ, അതുപോലെ തന്നെ ഞങ്ങൾ കുറേ കാത്തൊന്നും വന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫിഷിങ്ങിൻ്റെ വീഡിയോ ആരും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.